പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നവമാധ്യമങ്ങളിലൂടെ കൂട്ടവിലാപമാണല്ലോ. നവമാധ്യമങ്ങളിലൂടെ ഇന്ന് ജിഹാദി പ്രൊഫൈലുകളും അവരെ സഹായിക്കുന്നവരും വിലപിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കരിങ്കുരങ്ങൻ്റെ മുഖം വച്ചിട്ട് ഏതോ ഒരു ഉസ്താദിനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ചാണക്യ ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഈ ചാണക്യ ന്യൂസ് വലിയ അപരാധം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രചരണം. അതാണ് വിലാപത്തിൻ്റെ ഹേതു. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര മഹത് വ്യക്തിത്വങ്ങളെയാണ് അപമാനിക്കുവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ ഇവിടുത്തെ ജിഹാദി സംഘം പരിശ്രമിച്ചിട്ടുള്ളത്? ശശികല ടീച്ചറെ പോലെയുള്ള ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഒരു വനിതയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വിഷകല എന്ന് പറഞ്ഞിട്ട് പാമ്പിൻ്റെ പടം വരച്ച് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെതിരെ എന്ത് ആത്മരോക്ഷമാണ് നവമാധ്യമങ്ങളിലൂടെ ഉയർന്നത്? മാത്രമല്ല, കുമ്മനം രാജശേഖരനെ പോലുള്ള, അതുപോലെ തന്നെ വത്സൻ തില്ലങ്കരിയെ പോലുള്ള എത്ര ഹൈന്ദവ സംഘടനാ നേതാക്കളെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാതെ ഇക്കൂട്ടർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. ഇത്തരക്കാർ ഇങ്ങനെ വിലപിച്ച് മുന്നോട്ട് പോകുമ്പോൾ, നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മഹത്വം പറയുമ്പോൾ തിരിച്ചൊന്ന് പറയാനുണ്ട്. അതായത്, ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയ കോവിഡ് എന്ന മഹാമാരി കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെയോ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ്റെയോ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല. ഈ നാട്ടിലെ സർവ്വ സംഘടനകളും സർവ്വവിധ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടായിരുന്നു ആ കോവിഡ് മഹാമാരിയെ തുരത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതുപോലെ തന്നെ പ്രളയ കാലഘട്ടമൊക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ നാടിലെ ഇത്തരത്തിലുള്ള ഹൈന്ദവ സംഘടന പ്രവർത്തകർ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ നാടിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എത്ര ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനം നടത്തുവാനാണ് ഈ സംഘടനകളുടെ നേതൃത്വം പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, ചില വ്യക്തികളുടെ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ നാട്ടിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സംഭാവന ചെയ്ത വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തോളം എത്തില്ല നിങ്ങളുടെ ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ നാട്ടിലെ എടുത്തു പറയാൻ സാധിക്കുന്ന ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ പറയാം. ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം ചൈന നടത്തിയ ആക്രമണ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS എന്ന് പറയുന്ന സംഘടന. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പൂർണ്ണ ഗണവേഷധാരികളായിട്ടുള്ള സ്വയം സേവകരോട് ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പഥസഞ്ചലനത്തിന് വേണ്ടിയിട്ട്, സൈന്യത്തോടൊപ്പം റൂട്ട് മാർച്ചിന് വേണ്ടിയിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈ കൂട്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട്ടിലെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വരെ തെറി പറയുവാൻ വേണ്ടിയിട്ട് വികൃതമായിട്ട് അവരുടെ ചിത്രങ്ങൾ ചിത്രീകരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നവർ, അയ്യപ്പസ്വാമിയെയും ദുർഗാദേവിയെയും വിശ്വകർമാവിനെയും വരെ വികൃതമായിട്ട് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നവർ, ഇപ്പോൾ ഒരു ഉസ്താദിൻ്റെ പടമാണെന്ന് സാമ്യം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ നിലവിളിക്കുമ്പോൾ സഹതപിക്കുക എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് സാധിക്കുക? ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, വലിയ രീതിയിലുള്ള സ്പർദ്ധ ഉണ്ടാകും എന്നൊക്കെയുള്ള വാദഗതികൾ നിരത്തുന്നവരുണ്ട്. അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒന്നും ഉണ്ടാകില്ലെന്നേ. ഇത്തരക്കാർ ഇങ്ങനെ ഭയന്ന് നിലവിളിക്കുന്നത് കൊണ്ട് ഭീരുക്കളായിട്ടുള്ള ഇവർ അങ്ങനെ അവരുടെ ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ അക്രമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇറങ്ങി തുനിഞ്ഞ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ തടയാനും അതിനെ നേരിടേണ്ട രീതിയിൽ നേരിടുവാനുള്ള ശേഷിയുള്ള ഒരു വിഭാഗം മറുഭാഗത്തുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു വനിതയായിട്ടുള്ള ജാമിദ ടീച്ചർ, അവർ ഇസ്ലാം മത വിഭാഗത്തിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് നവമാധ്യമങ്ങളിലൂടെ അവർ നടത്തുന്ന അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒന്ന് പരിശോധിച്ചാൽ എത്ര നികൃഷ്ടമായിട്ടാണ് അവരുടെ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്നത്, എത്ര നീചമായിട്ടാണ് അവരെ വേട്ടയാടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ യുവാവിൻ്റെ പോസ്റ്റുകളുടെ അടിയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ
പ്രൊഫൈലിന്റെ അടിയിലേക്ക് വരുന്ന തെറി അഭിഷേകം, അദ്ദേഹത്തിന് നേരെ നടക്കുന്ന വധഭീഷണി, അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപഹരിക്കുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നമുക്ക് വിരൽ ചൂണ്ടുന്നത്, നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഇതൊന്നും ഒറ്റപ്പെട്ടതല്ല, ഓൺ വേ ട്രാഫിക് അല്ല എന്ന് ജിഹാദി കൂട്ടങ്ങൾ, ദേശവിരുദ്ധ ശക്തികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നിങ്ങൾ കാണുമ്പോൾ ഇത് കേവലം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാനല്ല, മറിച്ച് നിങ്ങളെ എതിർക്കുവാൻ തയ്യാറാകുന്ന ഒരു വലിയ സമൂഹം മറുഭാഗത്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം. നിങ്ങൾ കൂട്ടത്തോടെ വന്നിരുന്ന്, നവമാധ്യമങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ആളുകളെയെല്ലാം സംസാരിച്ച്, അപമാനിച്ച്, അവഹേളിച്ച് നിശബ്ദരാക്കി കളയാം എന്നുള്ളതാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമല്ല. ഇത് ഇന്ന് നാടിന്റെ നാനാഭാഗത്തുള്ള ആളുകളുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന നിങ്ങൾക്ക് നേരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ അഗ്നിയുടെ ചെറിയൊരു സ്പാർക്കാണ്. ഈ അഗ്നി പടർന്നു പന്തലിക്കുവാൻ വേണ്ടിയിട്ട്, രാജ്യത്താകമാനം, കേരള സംസ്ഥാനത്തിലാകമാനം വ്യാപിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിന്റെ ഒരു ആവശ്യകതയൊന്നും വരില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള മത തീവ്രവാദികളൊന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ എന്തെല്ലാം അധിക്ഷേപമാണ് ഇവിടുത്തെ ദേവി ദേവതകളുടെ പേരിൽ, അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയെ പോലും വേട്ടയാടാൻ തയ്യാറാകുന്ന നിങ്ങൾ ഇത്തരത്തിൽ എന്തെല്ലാം അധിക്ഷേപങ്ങളാണ് ഈ നാട്ടിൽ നടത്തിയിട്ടുള്ളത് എന്ന് ഞങ്ങളാരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ ചില മഹത് വ്യക്തിത്വങ്ങളുടെ മുഖമെടുത്ത് അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മഹത്വം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നു കരയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് ആക്രമിച്ചു കടന്നു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ അടിയിൽ ചെന്ന് തെറിയഭിഷേകം നടത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ നിങ്ങൾ അപരനാമധേയങ്ങൾ കൊണ്ട് അധിക്ഷേപിക്കുന്നത് എങ്കിൽ ഇത് ഏകപക്ഷീയമാവില്ല. എല്ലാ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന എല്ലാ ശക്തികളും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് നിങ്ങളെ നേരിടാൻ തയ്യാറാകും. ഭാരതത്തിന്റെ ജനതയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഭാരതത്തിന്റെ സമൂഹം എന്ന് പറയുന്നത് വിഘടനവാദത്തിന്റെ, അല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള ആ കയ്പ് അനുഭവിച്ചറിഞ്ഞ ഒരു ജനതയാണ്. അവരുടെ പിൻതലമുറക്കാരാണ്. ഈ രാജ്യത്തെ വിഭജിച്ചത് എത്ര തവണയാണ് എന്ന് കൃത്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ തിരിച്ചറിവോട് കൂടിയിട്ട് നിൽക്കുന്ന ദേശീയ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവേറ്റ മൃഗമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ആ മുറിവേറ്റ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോട് കൂടിയിട്ട്, കരുതലോട് കൂടിയിട്ടാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് ജീവിക്കുന്നത്. ഈ നാടിന്റെ ദേശീയത കേൾക്കുന്ന ഓരോ കളങ്കത്തെയും ചോദ്യം ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു സമൂഹം, ആ സമൂഹം കൃത്യമായിട്ട് നിങ്ങളെ പ്രതിരോധിക്കും. ആ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും അപവാദ പ്രചരണങ്ങളുമായിട്ടും ഇത്തരത്തിലുള്ള നിലവിളികളുമായിട്ടും നിങ്ങൾ കടന്നു വരാൻ നിൽക്കണ്ട. ഇത് സ്വാഭാവികമായിട്ടുള്ള ജനതയുടെ പ്രതിഷേധമാണ്, പ്രതികാരമാണ്. VK ബൈജു എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകൻ ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം ആവിഷ്കരിച്ചപ്പോൾ അത് മറ്റൊരാളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിൻ്റെ പേരിൽ ചാരിറ്റിയുടെ മഹത്വം പറഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സഹതാപത്തിന്റെ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരനെ തൊട്ട് നിങ്ങൾ താഴെത്തട്ടില് ഈ നാടിൻ്റെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ സാധാരണ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ വരെ അപമാനിക്കാൻ നിങ്ങൾ മറന്നിട്ടില്ല. അവരുടെയൊക്കെ പോസ്റ്റുകളുടെ, അവരുടെയൊക്കെ വീഡിയോകളുടെ അടിയിൽ ചെന്ന് നിങ്ങൾ തെറി വിളിക്കാൻ മറന്നിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾക്ക് തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട് ഒരൊറ്റക്കെട്ടായിട്ട്, ഒറ്റ മനസ്സായിട്ട്, ഒരേ തരത്തിൽ നിങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എതിരെ പ്രതികരിക്കുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നന്ദി, നമസ്തേ.